ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 46-ാമത്തെ ശ്ലോകം. ലലാടം ലാവണ്യദ്യുതി വിമലമാഭാതി തവയൻ ദ്വിതീയം തന്മന്യേ മകുടഗഠിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമഭിസംഭൂയ ചമിധ സ്വധാലേപസ്യൂതി സുധാലേപസ്യൂതി പരിണമതിരാകാഹിമകര. പദച്ഛേദം ചെയ്യാം. ലലാടം ലാവണ്യദ്യുതി വിമലം ആഭാതി തവ യദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്ര ശകലം വിപര്യാസന്യാസാദ് ഉഭയമപി സംഭൂയ മിഥ സുധാലേപസ്യുതിഃ പരിണമതി രാഗാഹിമകരഃ. പദാർത്ഥം പറയാം. ലാവണ്യദ്യുതി വിമലം, സൗന്ദര്യചന്ദ്രികയാൽ നിർമ്മലമായ തവ അങ്ങയുടെ നിന്തിരുവടിയുടെ യാതൊരു ലലാടം, തിരുനെറ്റി. ലലാടം പറഞ്ഞാൽ തിരുനെറ്റി, ഭഗവതിയുടെ നെറ്റി. നമ്മൾ മുഖത്തെ പറ്റിയാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ തിരുനെറ്റിയെപ്പറ്റി, ആ മുഖത്തുള്ള ആ നെറ്റിയെപ്പറ്റി, കുറുനിരകളെ പറ്റിയൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. തിരുനെറ്റി ആഭാതി, ഏറ്റവും ശോഭിക്കുന്നുവോ ഇങ്ങനെ തത്, ആ തിരുനെറ്റിയെ മകുടഘടിതം, കിരീടത്തിൽ നമ്മൾ ചന്ദ്രക്കല കിരീടത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞു. കിരീടത്തിൽ ഘടിപ്പിക്കപ്പെട്ടതായ ദ്വിതീയം, രണ്ടാമത്തെ ചന്ദ്രശകലം, അതായത് തിരുനെറ്റി ഒരു ചന്ദ്രശകലമാണ്. അതായത് നല്ല ചന്ദ്രക്കല പോലെയുള്ള നെറ്റി, അതായത് ഇങ്ങനെ വളഞ്ഞ് ഉള്ള മുടി കഴിഞ്ഞാൽ നെറ്റി ഒരു ചന്ദ്രക്കലേൻ്റെ ആകൃതി. നെറ്റി മാത്രം എടുത്താൽ ഒരു ചന്ദ്രക്കല, കീഴോട്ടുള്ള ഒരു ചന്ദ്രക്കല പോലെ ആ നെറ്റി എടുക്കാം. ഇവിടെ പറയുന്നത് മുകളിലോട്ടുള്ള ഒരു ചന്ദ്രക്കല പോലെ കിരീടത്തിൽ ചന്ദ്രക്കല ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്വിതീയം, രണ്ടാമത്തെ ചന്ദ്രശകലം ചന്ദ്രക്കല ഇതിമന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേവിയുടെ കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന ചന്ദ്രാർദ്ധഖണ്ഡത്തിൻ്റെ മറ്റേ പകുതിയാണോ എന്ന് തോന്നുമെന്ന് സാരം. അതായത് രണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു പൂർണ്ണചന്ദ്രനെ കിട്ടും. അതായത് കിരീടത്തിൽ മുകളിലോട്ടായിട്ട് ഊർധ്വഭാഗത്തേക്കായിട്ട് ഒരു ചന്ദ്രക്കലയുണ്ട്, നെറ്റി കീഴോട്ടാക്കിയിട്ടുള്ള ഒരു ചന്ദ്രക്കല. രണ്ടും കൂടി മധ്യഭാഗം കൂട്ടിച്ചേർത്ത് വെച്ചാൽ അത് ഒരു പൂർണ്ണചന്ദ്രനാവും. അപ്പോൾ അധോമുഖമായ ലലാടരൂപ ചന്ദ്രഖണ്ഡവും രണ്ടാമത്തേതായ കിരീടത്തിലുള്ള ചന്ദ്രഖണ്ഡവും. അപ്പോൾ വിപര്യാസന്യാസാദ്, മറിച്ചു വയ്ക്കുകയാണെങ്കിൽ, അതിനെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ മിഥഃ സംഭൂയ, രണ്ടും തമ്മിൽ ചേർന്നിട്ട് സുധാലേപസ്യുതി, അമൃതരസം നിറഞ്ഞതായ രാഗാഹിമകര, പൂർണ്ണചന്ദ്രനായിട്ട് തീരുന്നു എന്നാണ് ഇവിടുത്തെ വ്യംഗ്യം. സാരം പറയാം. അല്ലയോ ഭഗവതി, സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭിക്കുന്ന നിന്തിരുവടിയുടെ തിരുനെറ്റി കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന രണ്ടാമതൊരു ചന്ദ്രഖണ്ഡമാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അതായത് ഇവിടെ എല്ലാം ഉപമിക്കുകയോ ഉൽപ്രേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ശങ്കിക്കുന്നു, അത് കിരീടത്തിൽ ഊർധ്വമായിട്ട് ഒരു ചന്ദ്രക്കലയുണ്ട്. അപ്പോൾ തിരുനെറ്റി താഴോട്ട്, അത് കിരീടത്തിൻ്റെ രണ്ടാമത്തെ ചന്ദ്രക്കലയാണോ, അങ്ങനെ അത്രയധികം ശോഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ചന്ദ്രക്കല രണ്ടാമതൊരു ചന്ദ്രഖണ്ഡമാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന ഊർധ്വാഗ്രമായ ചന്ദ്രഖണ്ഡവും തിരുനെറ്റിയാകുന്ന അധോമുഖമായ ചന്ദ്രാർദ്ധഖണ്ഡവും ആകുന്ന രണ്ടും മറിച്ചു വയ്ക്കുന്നതായാൽ തമ്മിൽ കൂട്ടിച്ചേർന്ന് അമൃതരസം നിറഞ്ഞതായ ഒരു പൂർണ്ണചന്ദ്രനായി തീരുന്നു. എന്തൊരു ഭംഗിയാണല്ലേ പറയുമ്പോൾ.
ഇത് നമ്മളങ്ങനെ സങ്കല്പിക്കണം. അപ്പം ശങ്കരാചാര്യർ അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ഉള്ളത്. ശങ്കിക്കുന്നു എന്നാണ് എല്ലാ അധിക ശ്ലോകത്തിലും പറയുന്നത്. ഞാൻ അങ്ങനെ ശങ്കിക്കുന്നു, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്ന് ശങ്കരാചാര്യർ പറയും. അപ്പം നമ്മൾക്കും അതൊരു നമ്മുടെ മനസ്സിൽ ഒന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ സൗന്ദര്യം വ്യക്തമാകും. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാം കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം.